വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് വെറും 11 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. വരുന്ന നവംബറിൽ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സിദ്ധാർത്ഥ് യാദവിന് വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് ഗുജറാത്തിലെ ജാംനഗറിന് സമീപം ജാഗ്വാർ യുദ്ധവിമാനം തകർന്നു വീണ് റവാരി സ്വദേശിയായ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് സിദ്ധാർത്ഥ് യാദവ് മരിച്ചത്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപായി സിദ്ധാർത്ഥ് യാദവ് രക്ഷിച്ചത് നിരവധി ജീവനുകളാണ്. ഗുരുതരമായ സാങ്കേതിക തകരാറുകൾ കാരണം ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് തകർന്നു വീഴേണ്ട വിമാനമാണ് അദ്ദേഹം ആളില്ലാത്ത സ്ഥലത്തെത്തിച്ചത്. വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് സഹ പൈലറ്റിന്റെ ജീവനും അദ്ദേഹം രക്ഷിച്ചു. ജാംനഗർ വ്യോമസേന സ്റ്റേഷനിൽ നിന്നും പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് അപകടമുണ്ടായത്. പറക്കുന്നതിനിടയിൽ വിമാനത്തിന് സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നു. ജെറ്റ് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പൈലറ്റ് പരമാവധി ശ്രമിച്ചിട്ടും നടന്നില്ല. അവസാന നിമിഷങ്ങളിൽ സിദ്ധാർത്ഥ് അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചു. ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം സഹ പൈലറ്റ് മനോജ് കുമാർ സിംഗിനെ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇജക്ട് ചെയ്യാനും സഹായിച്ചു. 28-കാരനായ പൈലറ്റ് അവധിക്ക് ശേഷം അടുത്തിടെ ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയ അന്നായിരുന്നു അപകടമുണ്ടായത്. വലിയൊരു അപകടം ഒഴിവാക്കാൻ ജനസാന്ദ്രതയുള്ള പ്രദേശത്തു നിന്നും വിമാനം തുറസായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. സഹപ്രവർത്തകനെ രക്ഷിച്ചതിന് പിന്നാലെ അപകടത്തിൽ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടു. സുശീലിന്റെയും നീലം യാദവിന്റെയും ഏകമകനായ സിദ്ധാർത്ഥ് യാദവ് ഫൈറ്റർ പൈലറ്റായി പരിശീലനം പൂർത്തിയാക്കി 2016-ൽ NDA പരീക്ഷ പാസ്സായതിനു ശേഷം ഇന്ത്യൻ വ്യോമസേനയിൽ ചേർന്നു. 2 വർഷം മുൻപാണ് അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ലഫ്റ്റനന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചത്. നവംബർ 2-ാം തീയതി വിവാഹം നിശ്ചയിച്ചിരുന്ന സിദ്ധാർത്ഥിന്റെ വിവാഹ നിശ്ചയം മാർച്ച് 23-നായിരുന്നു നടന്നത്. അതിന് പിന്നാലെയാണിപ്പോൾ അപകടത്തിൽ സിദ്ധാർത്ഥിന് ജീവൻ നഷ്ടമായത്. സിദ്ധാർത്ഥിന്റെ സമയോചിത ഇടപെടലിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ പരിക്കേറ്റ സഹപ്രവർത്തകൻ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്.